തിരുവനന്തപുരത്തെ 20 BJP കൗൺസിലർമാരോടുള്ള പരമപുച്ഛം ആദ്യമേ തന്നെ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വർത്തമാനം തുടങ്ങാം. എന്താണ് നിങ്ങൾ രാവിലെ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് തിരുവനന്തപുരം മേയർ വി രാജേഷ് ഒരുപക്ഷെ രാജിവെക്കേണ്ടി വന്നേനെ. കേരള ഹൈക്കോടതി വളരെ ഉദാരമായ ഒരു നിലപാടെടുത്തില്ലായിരുന്നുവെങ്കിൽ ആറ്റുനോറ്റ് തിരുവനന്തപുരത്ത് കിട്ടിയ ഭരണം, കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെടുമായിരുന്നു. ആലോചിക്കുന്നുണ്ടോ? BJP തിരുവനന്തപുരത്തിൻ്റെ ഭരണം പിടിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി 2 തവണയാണ് ട്വീറ്റ് ചെയ്തത്. കേരളം പിടിക്കാനുള്ള BJPയുടെ യാത്ര ഇവിടെ ആരംഭിക്കുന്നുവെന്ന് ലോകാരാധ്യനായ പ്രധാനമന്ത്രി 2 തവണ ട്വീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തെ വിജയം എത്രമാത്രം പ്രസക്തമാണെന്ന് അറിയാം. അത് തിരുവനന്തപുരത്ത് 50+1 എന്നുള്ള ഒരു മാജിക് നമ്പർ ഉണ്ടാക്കി ആണ് BJP ഭരിക്കുന്നത്. അതിലേക്ക് എത്തിയ ഓരോ BJP കൗൺസിലർമാർക്കും ആ വിജയത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട് എന്ന് വളരെ വ്യക്തമായി അറിയാം. പക്ഷേ അതിൽ 20 പേർ കാണിച്ച ഒരു തെമ്മാടിത്തം എന്ന് ഞാൻ പറയും. BJPയുടെ ആ കൗൺസിലർമാരിൽ പലരും എൻ്റെ സുഹൃത്തുക്കളാണ്. നിങ്ങൾക്ക് വിഷമം ഉണ്ടാവാൻ തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഈ നാട്ടിലെ BJPയുടെ സംഘത്തിൻ്റെയൊക്കെ കാര്യകർത്താക്കൾ അശ്രാന്ത പരിശ്രമം നടത്തിയാണ് നിങ്ങളുടെ വിജയം നേടിയെടുത്തത്. അതിനെ നിങ്ങൾ ലഘൂകരിക്കുന്ന, അതിനെ അട്ടിമറിക്കുന്ന നിലപാടുകൾ നിങ്ങൾ എടുക്കാൻ പാടില്ല. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ കേരളത്തിന് തന്നെയല്ല, ഇന്ത്യയാകെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് മേയർ രാജേഷിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെയൊക്കെ അട്ടിമറിക്കാൻ വേണ്ടി എന്ത് കുൽസിത വൃത്തികളും നടത്തും ഭരണപക്ഷവും പ്രതിപക്ഷവുമെന്ന് കേരളം ഭരിക്കുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കാപ്പ ചുമത്തി കള്ളക്കേസിൽ കുടുക്കി വെടിവെച്ച് BJPയുടെ ഒരു കൗൺസിലറെ പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നത്. അങ്ങനെ BJPയുടെ ഭരണം അട്ടിമറിക്കാൻ കഴിയുമോ എന്ന് കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഒരായുധം കൊടുക്കുന്ന തരത്തിൽ ഒരൊറ്റയാളുടെ ഭൂരിപക്ഷമേ നമുക്കുള്ളൂ എന്ന് നിങ്ങൾ ഓർമ്മിക്കണ്ടേ? രാഷ്ട്രീയ പ്രവർത്തനം അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ്. അതിനെ തമാശയായിട്ടോ അല്ലെങ്കിൽ ഷോ കാണിക്കാനുള്ള ഒരു വേദിയായിട്ടോ എടുക്കരുത്. അതിൻ്റെ ഒരു ക്ലാസിക് ഉദാഹരണമാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് വന്ന വിധിയിലൂടെ വ്യക്തമായിരിക്കുന്നത്. എനിക്ക് അത്ഭുതം തോന്നുന്നു. കാരണം അവിടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം. വി രാജേഷ് അഭിഭാഷകനാണ്. തിരുവനന്തപുരത്ത് BJPക്ക് അഭിഭാഷകരും നിയമജ്ഞരുമൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് നമ്മുടെ 20 കൗൺസിലർമാർ മുനിസിപ്പൽ നിയമത്തിലെ 143-ാം വകുപ്പിന് വിരുദ്ധമായി സത്യപ്രതിജ്ഞ ചെയ്തത്. സത്യപ്രതിജ്ഞയിൽ പറയുന്നത് എന്താ? നിയമാനുസൃതം ദൈവനാമത്തിൽ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ, ദൈവവിശ്വാസികൾ അല്ലെങ്കിൽ ഇത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് വ്യവസ്ഥ. എന്നാൽ BJPയുടെ കൗൺസിലർമാരിൽ പലരും ശ്രീ പത്മനാഭസ്വാമിയുടെ പേരിലും ആറ്റുകാലമ്മച്ചിയുടെ പേരിലും ഗുരുദേവൻ്റെ പേരിലും ഭാരതമാതാവിൻ്റെ പേരിലും എൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി ബലിദാനികളായവരുടെ പേരിലുമൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഭരണഘടനാ വ്യവസ്ഥയ്ക്കും മുനിസിപ്പൽ ആക്ടിനും വിരുദ്ധമാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഏതായാലും വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ഇതിനെതിരെയാണ് ഈ വ്യവസ്ഥാവിരുദ്ധമായ, നിയമവിരുദ്ധമായ, ഭരണഘടനാ വിരുദ്ധമായ സത്യപ്രതിജ്ഞയെ ചാലഞ്ച് ചെയ്തിട്ടാണ് LDFൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവ് ഹൈക്കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അത് പരിഗണിച്ചു. കോടതി തീർപ്പ് കൽപ്പിച്ചു. ഈ 20 പേരുടെ സത്യപ്രതിജ്ഞ നിയമവിരുദ്ധമാണ്. വേണമെങ്കിൽ കോടതിക്ക് പറയാമായിരുന്നു, അതുകൊണ്ട് അവർ കൗൺസിലർമാരല്ല, ഇതുവരെ സത്യപ്രതിജ്ഞ നിയമാനുസൃതം ചെയ്യാത്ത ഇവർ കൗൺസിലർമാരല്ല എന്ന് കോടതി കണ്ടെത്തുകയും ഇവർ ഇതുവരെ എടുത്ത എല്ലാ തീരുമാനങ്ങളും അസാധുവാണ് എന്ന് പറയുകയും ചെയ്തിരുന്നെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടാകുന്ന പ്രതിസന്ധി എന്താകുമായിരുന്നു. മാത്രമല്ല, സത്യപ്രതിജ്ഞ ചെയ്യാത്ത ഇവർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് പുതുതായി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറെയും ഡെപ്യൂട്ടി മേയറെയും തിരഞ്ഞെടുക്കണമെന്ന് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വി രാജേഷ് മേയർ അല്ലാതെ ഇറങ്ങിപ്പോകേണ്ടി വന്നേനെ, വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നേനെ. അങ്ങനെ നടക്കുമ്പോൾ ഒരുപക്ഷെ LDFും UDFും കേരളത്തിലെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒന്നിച്ചു നിന്ന് BJP അധികാരത്തിൽ വരാതിരിക്കാനുള്ള നീക്കമെടുത്തിരുന്നെങ്കിലോ? ആറ്റുനോറ്റ് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ആറ്റുനോറ്റ് കിട്ടിയ ഈ ഭരണം കളയുന്ന സ്ഥിതി ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വരെ ഉൾപ്പെടുന്ന തിരുവനന്തപുരത്തെ 20 കൗൺസിലർമാരുടെ ഈ പ്രവൃത്തിയെ പരമപുച്ഛത്തോടെ എന്ന് പറഞ്ഞത്. ശ്രീ പത്മനാഭസ്വാമി എൻ്റെയും ദൈവമാണ്, നമ്മുടെ എല്ലാവരുടെയും ദൈവമാണ്, ഈ നാടിൻ്റെ നാഥനാണ്. ആറ്റുകാലമ്മ
നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാതൃസന്നിധിയിൽ ചെല്ലുന്ന പോലെയാണ് ആറ്റുകാൽ വരുമ്പോൾ. ശ്രീനാരായണ ഗുരുദേവനാവട്ടെ, ഭാരതാംബയാവട്ടെ, അല്ലെങ്കിൽ മഹത്തായ പ്രസ്ഥാനത്തിന് വേണ്ടി ബലിദാനികളായ ആളുകളുടെ ആവട്ടെ, അവരൊക്കെ പ്രിയപ്പെട്ടവരാണ്. പക്ഷേ അവരുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഈ രാജ്യത്തെ നിയമം അനുവദിക്കുന്നില്ല എന്നിരിക്കെ എന്തിനാണ് നിങ്ങളിങ്ങനെ ഒരു ഷോ കാണിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതുമായി ബന്ധപ്പെട്ട് കേസുണ്ടായിട്ടുണ്ട്. നേരത്തെ നിയമസഭയിൽ ഉമേഷ് ചള്ളിയിൽ, കൊടുങ്ങല്ലൂരിലെ MLA ആയിരുന്ന ഉമേഷ് ചള്ളിയിൽ ഈ പറഞ്ഞതുപോലെ നിയമസഭയിൽ വന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. അത് അസാധുവാക്കിയിട്ടുണ്ട് ഹൈക്കോടതി. അപ്പോൾ ഇതിൻ്റെ കീഴ്വഴക്കങ്ങളും മുൻ അനുഭവങ്ങളും നമ്മുടെ മുന്നിൽ പ്രകടമായി ഉണ്ടായിരിക്കെ എന്തിനാണ് ഇത് ചെയ്തത്? ഇതൊരു ഷോ കാണിക്കലാണ്. ആളുകളുടെ മതപരമായ തങ്ങളുടെ കൂറ്, അല്ലെങ്കിൽ തങ്ങളുടെ പ്രസ്ഥാനത്തോടുള്ള കൂറ്, തങ്ങളുടെ ദൈവത്തോടുള്ള കൂറ് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി മാത്രം നടത്തിയ ഒരു പ്രവൃത്തിയാണ് ഇതെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഹൈക്കോടതി ഒരു വലിയ ഇളവ് ചെയ്തു. ഞാൻ വീണ്ടും പറയുകയാണ്, ഹൈക്കോടതി പറയുകയാണ് ഇവർ കൗൺസിലർമാരല്ലാത്തതുകൊണ്ട് മേയർ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അസാധുവാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? കോർപ്പറേഷൻ ഭരണം പോകുമായിരുന്നു. ഡിവിഷൻ ബെഞ്ചിൽ അപ്പീലിന് പോകാം, അതിനൊക്കെ സമയമുണ്ട്, എടുക്കും. അപ്പീലിന് പോയി കഴിഞ്ഞാൽ അതിനെ ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ വരെ എതിർക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. എന്തിനാണ് ഇത്ര ഒരൊറ്റ സീറ്റിൻ്റെ ബലത്തിലാണ് ഈ നഗരസഭാ ഭരണം കയ്യിലേക്ക് കിട്ടിയതെന്ന് തിരിച്ചറിയുന്ന ആളുകൾ അതിന് പരിക്കു പറ്റുന്ന തീരുമാനങ്ങൾ എന്തിനാണ് എടുക്കുന്നത്? ഇത് വളരെ ജാഗ്രതയോടെ നോക്കണം. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇത് ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ആശാനാഥ് ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ കഷ്ടമാണ്, വലിയ കഷ്ടമാണ്, പറയാതെ തരമില്ല. കാരണം ഈ നാട്ടിലെ മുഴുവൻ BJPയുടെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും പ്രതീക്ഷയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. മറ്റു പല സംസ്ഥാനങ്ങളിലും BJP അധികാരത്തിലേക്ക് വന്നത് അവിടുത്തെ മുനിസിപ്പൽ ഭരണം പിടിച്ചുകൊണ്ടാണ്, തലസ്ഥാന നഗരിയിലെ മുനിസിപ്പൽ ഭരണം പിടിച്ചുകൊണ്ടാണ് അധികാരത്തിലേക്ക് വന്നതെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, രാജ്യത്തിൻ്റെ പ്രതീക്ഷയായ നേതാവ് പല തവണ തിരുവനന്തപുരത്തെ ഉദാഹരിച്ചുകൊണ്ട് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് നിങ്ങൾ ഈ കുട്ടിക്കളി കളിക്കുന്നത്. രാഷ്ട്രീയം കുട്ടിക്കളിയല്ല, രാഷ്ട്രീയം കുരങ്ങ് കളിക്കാനുള്ള വേദിയുമല്ല. ഉത്തരവാദിത്വത്തോടെ ഈ ചുമതല നിങ്ങൾ ഏൽക്കണം എന്ന് കരുതിയാണ് ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത്. പ്രസ്ഥാനം നിങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം അതാണ്. വലിയ കഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒരൊറ്റ കൗൺസിലറുടെ ഭൂരിപക്ഷത്തിലല്ലേ ഈ ഭരണമിരിക്കുന്നത്. അവിടെ വെച്ച് ട്രിപ്പീസ് കളിക്കാൻ നോക്കുന്നത് ഖേദകരമാണ് എന്ന് പറയാതെ തരമില്ല. മാത്രം ഏതായാലും ഹൈക്കോടതി സഹായിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു, ഏതായാലും മുനിസിപ്പൽ നിയമത്തിലെ 531 വകുപ്പ് പ്രകാരം ഇതുവരെ ഈ കൗൺസിലർ എടുത്ത നിയമങ്ങളെല്ലാം സാധുവാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ അല്ല എന്നൊരു കോടതി വിധിച്ചിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ആലോചിക്കുകയാണ്, ഇന്ന് കേരളത്തിൽ എന്താകുമോ അതുമായിരുന്നു സംഭവിക്കാൻ പോകുന്നത്. അധികാരം നഷ്ടപ്പെടും. വലിയ കഷ്ടമല്ലേ? ഞാൻ എത്ര തവണ ഈ കഷ്ടമല്ലേ എന്ന് ചോദിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം നമ്മുടെ ഒരു വിഷമം കൊണ്ടാണ്, അഭിമാനമാണ് കേരളത്തിലെ BJPക്ക് വോട്ട് ചെയ്ത ആളുകൾക്ക് മുഴുവൻ. അവരുടെ പ്രതീക്ഷയാണ്. എത്ര കാലമായി, എത്രയോ പതിറ്റാണ്ടുകളായി ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ കഴിയില്ല എന്നുള്ള ബോധ്യത്തിൽ നാട്ടുകാരുടെ അവമതിപ്പും ആട്ടും തുപ്പും പീഡനങ്ങളും ഏറ്റുവാങ്ങി നിരന്തരം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച 10,000-കണക്കിന് പ്രവർത്തകർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. അവർ അഭിമാനത്തോടെ പറയുന്നു, തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ പിടിച്ചു, നാളെ തലസ്ഥാനവും ഞങ്ങൾ പിടിക്കുമെന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാക്കിയ, അതിനെ അട്ടിമറിക്കാൻ പോകുന്ന ഒരു തീരുമാനമായിപ്പോയി നിങ്ങളുടെ ഈ ഷോ. നിങ്ങളുടെ വിശ്വാസങ്ങളൊക്കെ ശരിയാണ്, ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണും. പക്ഷേ നമ്മൾ നിയമം പറയുന്ന തരത്തിൽ നീങ്ങാൻ നമുക്ക് ബാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ 20 പേർ കേരളത്തിലെ ജനങ്ങൾക്ക്, തിരുവനന്തപുരത്തെ ജനങ്ങൾക്കെന്നല്ല ഞാൻ പറയുന്നത്, കേരളത്തിലെ ജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന 20 കൗൺസിലർമാരാണ്. നിങ്ങളുടെ ഈ പ്രവൃത്തി അനുചിതമായി പോയി എന്ന് പറയാതെ തരമില്ല. ഇത്തരം ഷോകൾ കാണിക്കാനല്ല ഒരു ജനപ്രതിനിധി ശ്രമിക്കേണ്ടത്. നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ രാഷ്ട്രീയ പ്രതിബദ്ധതയും ഒക്കെ കാണിക്കാൻ നിങ്ങളുടെ പ്രവർത്തികളിലൂടെ നിങ്ങൾക്ക് കഴിയും. ഒരു സത്യപ്രതിജ്ഞാവേദിയിൽ ഇത്തരം നാടകങ്ങൾ നടത്തുന്നത് അനുചിതമാണ്, അനഭിലഷണീയമാണ്, അനുവദിക്കാൻ പാടില്ലാത്തതുമാണ്. ഞാൻ ആലോചിക്കുകയാണ്, കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയിട്ടുണ്ട്, ഒപ്പിടാൻ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ BJP കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളെ കുറച്ചുകൂടെ ഗൗരവത്തിൽ കാണണമെന്ന് പറയുന്ന ഒരുപാട് പേരുകളുണ്ട്. ഇത് ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് അധികാരം കിട്ടുമെന്ന് ഉറപ്പിച്ച് അധികാരത്തിൻ്റെ ഭാഗമായി ആ ചുമതല ഏറ്റെടുക്കുന്ന നടപടിയിലാണ് നിങ്ങൾ ഈ വലിയ അലംഭാവം കാണിച്ചത്. ഏതായാലും
ശ്രീപത്മനാഭൻ്റെ, ആറ്റുകാലമ്പയുടെ, ശ്രീനാരായണ ഗുരുദേവനെ, പ്രസ്ഥാനത്തിന് വേണ്ടി ബലിദാനികളായ ആളുകളുടെ ആത്മാക്കൾ, ഇവരെല്ലാം കൂടെ ചേർന്ന് നിങ്ങളെ സഹായിച്ചിരിക്കുന്നു. ഭരണം പോവാതെ കാത്തുരക്ഷിച്ചിരിക്കുന്നു. ജാഗ്രത വേണം, അതീവ ജാഗ്രത വേണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വർത്തമാനം അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കൂടുതൽ മികച്ച ഒരു ഭരണത്തിലൂടെ തിരുവനന്തപുരം രാജ്യത്തിന് മാതൃകയാവുന്ന ഒരു നഗരസഭയാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അതിലൂടെ തിരുവനന്തപുരത്ത് വിരിഞ്ഞ ഒരു താമര കേരളമാകെ ഒരു താമരക്കാടായി മാറ്റാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഇന്ത്യ ലൈവ് ആശംസിക്കുന്നു. ഒപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇങ്ങനെയും ചില വർത്തമാനങ്ങൾ നമ്മൾ പറഞ്ഞല്ലേ പറ്റൂ. നമ്മുടെ ആളുകളെ നമ്മളിടയ്ക്കൊക്കെ തിരുത്താൻ ശ്രമിക്കണം. അതുകൊണ്ട് ആ ജോലിയും ഞങ്ങൾ ചെയ്യും. ഇന്ത്യ ലൈവ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട ആളുകൾ ഇപ്പോൾ തന്നെ അത് ചെയ്യണേ.